സെയിം ടീമിലെ നൂബ്. ആരെയാ സാറേടാ? സാർ ഇറങ്ങി ഇറങ്ങി. എടാ ഈ 5 സ്റ്റാർ സംഭവമാണോ? എനിക്കറിയില്ല. എടാ വലിയ പണം തന്നെടാ. അങ്ങടാ അവനിട്ട് കൊടുക്കടാ, അവനിട്ട് കൊടുക്കാൻ നിൽക്ക. അവന്മാർക്ക് ഇട്ട് കൊടുക്കണം. എടാ പറയലടാ തിരിച്ച് പേടിച്ചപ്പോ TDM കേറുണ്ടാ. വേണ്ട ഇല്ല മലയാളം അറിയാത്തവർക്ക് സ്ലോട്ട് ഇല്ലേ? കാള് നക്കി 079 കേറി നമ്മളെ ആൾക്കാർ കേറി. അവിടെ കൊരങ്ങന്മാരെ മാത്രമേ കേട്ടത്തുള്ളൂ. അവിടെ കൊറേ പളം ഉണ്ടാവണ്ട. അതാ ഗുണിഞ്ചി നിക്കും അവിടെ പോയിട്ട്. എടാ ഉമാർക്ക് ഇത് മാത്രം അറിയാടാ TDM വന്ന് വള്ളി പിടിക്കാൻ. സത്യം വെറും 2 വാക്ക് പറയോ, പിന്നെ ഇറങ്ങോ, പിന്നെ അഡ്മിനെ വിളിക്കോ, പിന്നെ ഇറങ്ങോ. എടാ ഒന്നും പറയലടാ. ഇപ്പൊ നേരം വരെ ഗ്യാങ് ഹൗസിന്റെ ഉള്ളിൽ പോടാ വള്ളി തൂങ്ങിട്ട്. ഒന്നും പറയലടാ അമ്മമാരൊന്നും. ഒന്നും പറയലടാ. അമ്മമാരൊന്നും പറയണ്ട. ഇപ്പൊ നേരം ഗ്യാങ് ഹൗസ് ഉള്ളിലോട്ട് വള്ളിയൊക്കെ തൂങ്ങി കയറി. റൂം നമ്പർ പറയൂ. ആരും പോലടാ. അവര് വള്ളിയൊക്കെ തൂങ്ങിച്ചപ്പോ കയറി കഴി. എടാ ഒരു മിനിറ്റ്, സൗണ്ട് ബോർഡ് ഓഫ് ആയിടാ. ഒരു മിനിറ്റ്. എടാ നമ്മളെ എനിക്ക് ആദ്യം മനസ്സിലായില്ല. നമ്മളെ ആൾക്കാർക്ക് ധൈര്യം ഇതിന് പെണ്ണാന്ന് പറഞ്ഞ നടക്കുന്നതാ. പെണ്ണല്ല, പെണ്ണിനെ കാട്ടി വേറെ അവൻ പെണ്ണാന്ന് പറഞ്ഞ പെണ്ണിന് ഒരു അവന്മാരോടാ. അവരൊക്കെ ആരെങ്കിലും പെണ്ണാന്ന് വിളിക്കും. റൂം കേറിയാടാ നിങ്ങൾ? ഇല്ല നമുക്ക് എന്തിനാ അവ റൂം പറഞ്ഞ ആറൊന്നും പറയുന്നത് എന്താന്ന് മനസ്സിലായില്ലടാ. മറ്റേ സ്ട്രീക്കിനെ കണക്ക് പറയുന്നതാണ് മനസ്സിലായ. കണക്ക് പിടിച്ചോണ്ടിരിക്കട്ടെ, അതെങ്കിലും പറഞ്ഞ ആശ്വാസം. എടാ കൊരകന്മാരെ സാധനം കിട്ടി നടക്കുന്നവരാ ഓരോരുത്തമാര്. വൈകിട്ടാ മറ്റേ പയ്യെ കറക്റ്റ് മുഖത്തോട്ട് വരും. കൊരകന്റെ മുഖം കൊരകനാന്ന് പറഞ്ഞിട്ട് കൊരകന്റെ സാധനം കിട്ടുന്ന മൊത്തം ക്രോസ് ആണോ ഈ മൊത്തത്തില്. എടാ ഇവിടെ മ്യൂട്ട് അടിച്ചാ. സിറ്റി വന്നേ. സിറ്റിയാ ഇത്രയും ഉളുപ്പ് കേട്ടേടാ. എടാ SR ആയിട്ട് കൊണയുണ്ട് ടീടത്തിനവിടെ. പണ്ടൊരിക്കൽ വേറെ 3 പ്രാവശ്യം പുഴുത്തത് കൊറേ കൊണ്ട് കൊരകന്മാര് വള്ളി തൂങ്ങാൻ പോയി. വള്ളിക്ക് തൂങ്ങി വള്ളി തൂങ്ങി പോകുക, അല്ലെങ്കിൽ ആഗോസിന് മറ്റേ ഓടില് വള്ളി തൂങ്ങിയിരിക്കുന്നത്. വലിയ കൊഴടിക്കണത് മറ്റേ വലിയ ഗാഗാണത്. മറ്റേ തീട്ടകള് വല്ല ഗാഗ് നടത്തിട്ട് വല്ല ക്ലബ് അവിടെ രാജേശ്വരി ക്ലബ്. തമ്പി ഇറങ്ങണ്ടേ രാജരാജേശ്വരി ക്ലബ്. അതാണ് നല്ലത്. തമ്പി വരണം. എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് തീട്ടങ്ങയാണ് ഫ്ലോലെസ് ഒക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞേ. ഒരുത്തരെ പോലും കൊല്ലാൻ കഴിയില്ല. ഇതൊക്കെ ഫോട്ടോ ആരൊന്നും പറയില്ലടാ. വള്ളിക്ക് തൂങ്ങിപ്പോയേ. വള്ളിക്ക് തൂങ്ങി ഗ്യാങ്സിനുള്ളിൽ ഉള്ളിലോട്ടൊക്കെ പോവാൻ ഒന്നും പറയല്ലടാ. പള്ളിയിലൊക്കെ തൂങ്ങി പോടാ, പറയല്ലേ. പഴുതിന്ന് പോടാ. ഒന്നും പറയില്ല. ഇപ്പൊ ഇവിടുന്ന് എക്സിറ്റ് ഒക്കെ അടിച്ച് പോടാ. ഒന്നും പറയില്ല. എക്സിറ്റ് ഒക്കെ പിടിച്ച് പോവാ. ഈ ഗ്യാങ്സിന്റെ ഉള്ളിലോട്ടൊക്കെ ഓടി പോടാ. എടുക്കാണ്ട്
ഒരു കിലോ പോലും എടുക്കാത്ത അവസ്ഥയിലാണ് ആറാമത്തിലേക്ക് ഒരു ടീമിലെ ബെഞ്ചിനേക്കാൾ മേളിലെത്താ ബെഞ്ചിനേക്കാൾ ബെഞ്ചിലില്ലാതെ നമ്മൾ ഒരു പുഴുത്തേറ്റ കില്ല് പോലും അവസ്ഥയിലാണ്. എടുക്കാത്ത അവസ്ഥയില്ല. ഒരു കിലോ പോലും ചത്ത അവസ്ഥയിൽ ആർക്കും വന്നിട്ടില്ല. സബ് സബ് മിണ്ടാരി ഒന്നും പറയാനുള്ളടാ. ഇതിനെ നല്ല gang ആ, ആണ്. സത്യം ഇത് ഒരു വേദന നമുക്ക് കുറക്കാൻ മാത്രമായിട്ട് കുറച്ചെടുത്ത് അതെ അതെ ഇവിടെ കൊറേ പേരെ കുറയ്ക്കാൻ മാത്രം എനിക്ക് മറ്റേ ഇവിടെ ഇരിക്കണ്ടാ. ഓൺലി കൊര അടിക്കാനുള്ള കഴിവൊന്നുമില്ല പഴുതിന് ഇവർക്ക്. റൂമേ പോടാ. കളിയടാ പുറത്തിറങ്ങി അടിക്കാൻ പോലുള്ള കഴിവില്ലാത്തവന്മാരെ ഇപ്പൊ പ്രാക്ടീസ് എടാ വീഡിയോ കളിക്കാൻ സംസാരിക്കാനും പ്രാക്ടീസ് അയ്യോ തല മാത്രം അടിക്കാനുള്ള കഴിവില്ല. അടുത്ത ഫ്ലോലെസ് അടിക്കാനായിരിക്കും ആരെയൊന്നും അടിക്കാൻ കഴിയില്ല. ആറില്ലല്ല നിന്റെ പോലെ ഇങ്ങനെ തോറ്റിട്ടില്ലടാ. ഒരു കില്ല് പോലും എന്തായാലും ഫ്ലോലെസ് അടിച്ചില്ല നമ്മളൊരു എടാ വാറൊക്കെ നോക്കുമ്പോ ഡയറക്റ്റ് വണ്ടിയൊക്കെ മാറ്റി വരും ചിലവര്. ഒരു വാർ നോക്കുമ്പോ വണ്ടി മാറ്റും വരും. തൂകിയ ഒരു വാർ തോറ്റ് കഴിഞ്ഞാൽ അടുത്ത വണ്ടി, അടുത്ത വാർ തോറ്റ് കഴിഞ്ഞാൽ അടുത്ത വണ്ടി. ഇതാടാ ഓരോ വേറെ ഓരോ വണ്ടി കേട്ടോ. ഇനി അടുത്ത് മറ്റേ വള്ളി തൂക്കി പോകായിരിക്കും കേട്ടോ പേര്. എടാ ഞാൻ എനിക്കിപ്പോ ഒരു സംശയമാണ്. ഇത് നമ്മുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇത് എവിടെയാണ് മറ്റേ ട്രിഗറിങ് സിറ്റുവേഷന് മറ്റേ ഇതൊന്നും വാർച്ചാറ്റത്തൊന്നും ഇതൊന്നും വരാത്തെ. ഈ പുറത്തോട്ട് ഇറങ്ങാൻ പറയാനെങ്കിലും ഉണ്ടാവണല്ലോ. ഇത് ഇപ്പൊ എന്താ വരാത്ത ഇപ്പൊ ഒന്നും? എടാ അല്ലടാ ഒരു സേഫ് സോണിന്റെ ട്രിഗറിങ് സിറ്റുവേഷൻ എന്തായാലും പുറത്തോട്ട് ഇറങ്ങണം അതുണ്ടല്ലോ. ഇതിപ്പോ എന്താ വരാത്തേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ വല്ല സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും. എടാ ഒരു വാറങ്ങനെ അടിച്ചിരുന്നത് മറ്റേ റീലോഡ് ബഗ് വെച്ചിട്ട് വട്ടത്തിലങ്ങ് ഓമ്പി അവന്മാരങ്ങ്. സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത സിറ്റുവേഷൻ എടാ ഹലോ നമ്മൾ പുറത്ത് വീശിയായിരുന്നടാ. ആ ഇത് അവരെന്നെ ട്രിഗറിങ്. സംഭവം എന്താ അറിയാവോ? ഇവന്മാര് സംസാരിച്ചേ നമ്മളെന്തിന് സംസാരിച്ചേ? ഇത് രണ്ട് സൈഡ് സംസാരിച്ച അവന്മാരല്ലേ ഒരു സിറ്റുവേഷൻ ഇല്ലെന്ന് അവന്മാര്. ആ അവർ റിപ്ലൈ പറഞ്ഞോട് ഞാൻ പറയണ എല്ലാവരും റിപ്ലൈ ഉണ്ട് അവിടെ മാറി ഇരുന്നിട്ട്. എന്നിട്ട് അവൻ പറയുന്ന സിറ്റുവേഷൻ ട്രിഗർ ആയില്ലല്ലോ മനസ്സിലായി. ചോദിക്കാൻ പോയത് ഇപ്പൊ ഇവന്മാര് പോയിന്റോ ലൈക്ക് നമ്മൾ ഇവിടെ മറ്റേ എഫ് കെ ആയിരുന്ന സമയത്ത് ഇവന്മാര് വണ്ടിയൊക്കെ എടുത്ത് പോയിന്റ്. എല്ലാരും ഗോളടി കൊറേ പേര് ഇറങ്ങി. 8 പേരൊന്നും ഉണ്ടായിരുന്നു. അതിൽ 2 പേരങ്ങ് ഇറങ്ങി. ഈ എന്ത് എസ്കേപ്പ് ആണ് അവന്മാര്. ഈടാ ഇവിടെ ഒടുക്കത്തെ എസ്കേപ്പുകള്. എസ്ആർ റേറ്റ് നമ്മൾ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ. ഇവിടെ അവന്മാര് ഇറങ്ങിയിട്ടുണ്ട് 4-6. പോണ എവിടെ പുതിയൊരു കോമഡി എന്താ അറിയാവോ? എന്താ SRR ആയിരുന്നു നമ്മൾ എങ്ങനെ അറിഞ്ഞത്? നമ്മളൊരു ഗ്യാങ്ങിനെ മെൻഷൻ ചെയ്തില്ല. SRR ആണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതാണ് അവന്മാര് പുതിയ എസ്കേപ്പ്. ഞാൻ ചോദിച്ചു സൗണ്ട് നമുക്ക് അറിഞ്ഞൂടെ? ഇവിടെ ഗ്യാങ്സ് ഓൾവേസ് ഒക്കെ ആണല്ലോ. അതുമല്ല കൊരകാന്ന് വിളിച്ചപ്പോ നമ്മൾ റിപ്ലൈ പറഞ്ഞോണ്ട് പിന്നെ കൊരങ്ങൻ SRR അല്ല പിന്നെ വേറെ ആരെങ്കിലും. എടാ ഒന്നില്ല അടി വാങ്ങിച്ച് പോവാ. അതിൽ സിറ്റുവേഷൻ ആയിട്ട് പോവാ. ഇതിലോട്ട് എന്തൊക്കെ തരം ആൾക്കാരാണ് സിറ്റിയില്.